ഹായ് ഓൾ വെൽക്കം ടു ടെക് ട്യൂട്ടർ. നമുക്ക് ഇന്ന് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കാം. എനിക്ക് കിട്ടിയ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം കൂടെ ഞാൻ ഒരുമിച്ചാക്കിയിട്ടാണ് ഇതിപ്പോൾ ആൻസേഴ്സ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ആദ്യം 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് ഡ്രോ ദ ട്രാൻസിഷൻ ഡയഗ്രാം ഫോർ എ DFA റിക്കഗ്നൈസിംഗ് ദ ലാംഗ്വേജ് ഓവർ ദ ആൽഫബറ്റ് A and B and the number X is divisible by 2 or 3. See, number of A സ്ട്രിങ്ങിലെ നമ്പർ ഓഫ് എ ഡിവിസിബിൾ ബൈ 2 or 3 ആണ്. ഞാൻ ഇത് പെട്ടെന്ന് കാണുമ്പോൾ എല്ലാവരും നമ്മൾ കമ്പൈൻ ചെയ്ത് വരയ്ക്കുന്ന ക്വസ്റ്റൻ ആണെന്ന് കരുതും. അപ്പൊ ആ ക്വസ്റ്റൻ ഞാൻ പറഞ്ഞപ്പോൾ ക്ലിയർലി ഒരു കാര്യം പറഞ്ഞിരുന്നു. ഇത് രണ്ടും ഡിവിസിബിൾ ബൈ പറയുന്ന രണ്ട് ആൽഫബറ്റിനെ ആയിരിക്കണം പോയിന്റ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമ്പർ ഓഫ് എസ് ഡിവിസിബിൾ ബൈ 2 ആൻഡ് നമ്പർ ഓഫ് ബീസ് ഡിവിസിബിൾ ബൈ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കമ്പൈൻ ചെയ്ത് വരച്ചെടുക്കാം. ഇവിടെ അങ്ങനെയല്ല, ഇത് പ്യോർലി ലോജിക്കിന്റെ ബേസിൽ തന്നെയാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യന്റെ ഒരു കോമൺ വേ എങ്ങനെയാണെന്നൂടെ ഞാൻ ഇതിൽ മെൻഷൻ ചെയ്യാം. ആദ്യം ഇതൊന്ന് വരയ്ക്കാം. 2 or 3 നമ്പർ ഡിവിസിബിൾ ബൈ 2 or 3 ഇങ്ങനെയുള്ള കേസിൽ ഇപ്പോ 2 into 3 6 സ്റ്റേറ്റ്സ് പ്ലസ് 1 ടോട്ടൽ നമുക്ക് 7 സ്റ്റേറ്റ്സ് വേണ്ടി വരും ഇതിന്. അപ്പൊ Q0 തൊട്ട് Q6 വരെയുള്ള സ്റ്റേറ്റ്സ് നമ്മൾ ആദ്യം വരയ്ക്കണം ഇതിൽ. ഇനി വരയ്ക്കുമ്പോൾ അതിൽ നോർമലി നമുക്ക് മെൻഷൻ ചെയ്തു പോകാം. നമ്പർ ഓഫ് എസ് ആണ്, ബീസ് എത്ര വേണേലും വരാം, നമ്മൾ അതിനെ മെൻഷൻ ചെയ്യുന്നില്ല ഇവിടെ. അപ്പൊ Q0യിൽ സ്റ്റാർട്ട് ചെയ്താൽ എ, Q1, എ, Q2 നമ്പർ ഓഫ് എസ് ഡിവിസിബിൾ ബൈ 2 ഉണ്ട്. അപ്പൊ 2A വന്ന സ്ഥിതിക്ക് ഇതാണ്. പിന്നെ 0A ആണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യണം. സോ ഇതും നമ്മൾ ഫൈനൽ സ്റ്റേറ്റ് ആയിട്ട് മെൻഷൻ ചെയ്യും. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വന്നു കഴിഞ്ഞാൽ 3As വന്നാലും അത് അക്സെപ്റ്റ് ചെയ്യണം. നമ്പർ ഓഫ് എസ് ഡിവിസിബിൾ ബൈ 2 or 3 ആണ്. ഇനി 4 വരുന്നതും അക്സെപ്റ്റ് ചെയ്യണം. അതുകൊണ്ട് 4നെയും നമ്മൾ ഫൈനൽ സ്റ്റേറ്റ് ആകും. 5 അക്സെപ്റ്റ് ചെയ്യേണ്ട, ഞാൻ സ്പേസ് കുറവുകൊണ്ട് താഴോട്ട് വരയ്ക്കാണ്. അപ്പൊ 5 സ്റ്റേറ്റിൽ അക്സെപ്റ്റ് ചെയ്യേണ്ട. 6th സ്റ്റേറ്റിൽ അക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, ഇനി ഇപ്പം നമ്മുടെ 7 കറസ്പോണ്ടിങ് സ്റ്റേറ്റ്സ് കഴിഞ്ഞു. 1 2 3 4 5 6 7 കഴിഞ്ഞു. ഇനി വരുന്നത് ശരിക്കും നമുക്ക് റെപ്പറ്റീഷൻ ആയിട്ട് മെൻഷൻ ചെയ്യാൻ പറ്റും. ഇനി വരുന്ന എയെ നമുക്ക് സെക്കൻഡ് സ്റ്റേറ്റിലേക്ക് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയല്ല അതിന്റെ റെപ്പറ്റീഷൻ ആയിട്ട് വന്നോളൂ. ഓക്കെ, ഇനി ബീസ്, അപ്പം ആൽഫബറ്റ് എയും ബിയും ഉണ്ട്. സോ ബി നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്യണം. എല്ലാ സ്റ്റേറ്റിലും എത്ര നമ്പർ ഓഫ് ബി വന്നാലും നമ്മൾക്ക് കുഴപ്പമില്ല. അതുകൊണ്ട് ബി എത്ര വന്നാലും നമുക്കത് സെൽഫ് ലൂപ്പിൽ തന്നെ കൊടുക്കാം. ഓക്കെ, ഞാൻ ഇതിന്റെ അസൈൻമെന്റിന്റെ കൂടെ പറയണം എന്ന് കരുതിയതാണ്. അപ്പോൾ ജസ്റ്റ് ഇവിടെ തന്നെ മെൻഷൻ ചെയ്യാം. ഇപ്പൊ 2 നമ്പേഴ്സ് നോർമലി ഒരു ഈവൻ അല്ലെങ്കിൽ ഓഡ് അല്ലെങ്കിൽ 2 ഓഡ് നമ്പേഴ്സ് ഇതുപോലെ ചോദിക്കാനുള്ള ചാൻസ് ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ തന്നിരിക്കുന്ന 2 നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പർ +1, ഇപ്പൊ 0 തൊട്ട് നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് തന്നെ വരച്ച് ഇതേ ഒരു പാറ്റേൺ റിപ്പീറ്റ് ചെയ്താൽ നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റും. ഐ ഹോപ്പ് ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നെക്സ്റ്റ് വൺ, ഡിഫൈൻ എപ്സിലോൺ ക്ലോഷർ ഓഫ് എ സ്റ്റേറ്റ്, എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾ. സോ മെൻഷൻ ചെയ്യുമ്പോൾ എപ്സിലോൺ ക്ലോഷർ എന്താണെന്ന് മെൻഷൻ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ്, ഇപ്പം എന്താണ് സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ് ആണ്. എവിടുന്നാണ്? റീച്ചബിൾ ഫ്രം എ സ്റ്റേറ്റ്. എങ്ങനെ? ബൈ ടേക്കിംഗ് 0 or more epsilon transition without consuming any alphabet. അപ്പോൾ വിത്തൗട്ട് കൺസ്യൂമിങ് എനി ആൽഫബറ്റ് ഒരു സ്റ്റേറ്റിൽ നിന്ന് എത്തിപ്പെടാൻ പറ്റുന്ന സെറ്റ് ഓഫ് സ്റ്റേറ്റ്സിനെയാണ് നമ്മൾ എപ്സിലോൺ ട്രാൻസിഷൻ എന്ന് പറയുക. എന്തെങ്കിലും ഒരു ചെറിയ എക്സാമ്പിൾ കൊടുത്തേക്കുക. അതായത് ഇപ്പോൾ Q0 നിന്ന് എപ്സിലോൺ റീഡ് ചെയ്ത് Q1 വരുന്നു, Q1 നിന്ന് എപ്സിലോൺ റീഡ് ചെയ്ത് Q2 നിന്ന് വരുന്നു എന്നുള്ളൊരു എപ്സിലോൺ റീഡ് ചെയ്ത് വരുന്നു എന്നുള്ളൊരു കേസ് ആണെങ്കിൽ നമ്മൾ ഇതിന്റെ ഒരു ജസ്റ്റ് ഒന്ന് എപ്സിലോൺ ക്ലോഷർ കാണിക്കുക. എപ്സിലോൺ ക്ലോഷർ ഓഫ് Q0 എന്ന് പറയുന്നത് Q0യും Q1ഉം Q2ഉം ആയിരിക്കും. സെയിം വേ അപ്പോൾ Q1ന്റെ എന്ന് പറയുമ്പോൾ Q1 Q2 മാത്രം, Q2ന്റെ Q2 മാത്രം. ഇങ്ങനെ ഒരു എക്സാമ്പിൾ കാണിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസ്ട്രക്ട് എസ് DFA ഫോർ സ്ട്രിങ്സ് ഇൻ വിച്ച് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ലെറ്റേഴ്സ് ഡു നോട്ട് മാച്ച് ഓവർ A and B. ഇത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്, എന്നാലും ഒന്നുകൂടെ ചെയ്യാം. ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ലെറ്റേഴ്സ് ഡു നോട്ട് മാച്ച് എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് Q0യിൽ ആദ്യത്തെ ലെറ്റർ A ആണെങ്കിൽ രണ്ടാമത്തത് B ആയിരിക്കണം. സപ്പോസ് AB എന്ന് മാത്രമുള്ള ഒരു സ്ട്രിങ് ആണെങ്കിൽ ആദ്യത്തെ അവസാനത്തെ ലെറ്റേഴ്സ് മാച്ച് ചെയ്യാത്ത രീതിയിൽ. ഇനി B ആണെങ്കിൽ രണ്ടാമത്തെ ലെറ്റർ എപ്പോഴും A ആയിരിക്കും. ഇനി നമുക്ക് നോക്കാം, DFA ആയതുകൊണ്ട് എല്ലാ സ്റ്റേറ്റിലും എല്ലാ ആൽഫബറ്റ്സിന്റെയും ട്രാൻസിഷൻസ് വേണം. ഈ സ്റ്റേറ്റിൽ A മിസ്സിംഗ് ആണ്. ഇവിടെ എത്ര നമ്പർ ഓഫ് A വന്നാലും കുഴപ്പമില്ല. സോ അതുകൊണ്ട് നമുക്ക് സെൽഫ് ലൂപ്പ് ഇടാം. സെയിം വേ ഇവിടെ എത്ര നമ്പർ ഓഫ് B വന്നാലും കുഴപ്പമില്ല. അതുകൊണ്ട് അവിടെയും നമുക്ക് സെൽഫ് ലൂപ്പ് ഇടാം. ഇവിടെ A വന്നു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ A വന്നു കഴിഞ്ഞാൽ അത് അവിടെ A വെച്ച് എൻഡ് ചെയ്യാനുള്ള ഒരു ചാൻസ് ആണ്. സോ അവിടെ എന്തെങ്കിലും കാരണവശാൽ A വന്നാൽ പുറകെ ഒരു B വന്നിരിക്കണം. ദാറ്റ് മീൻസ് A വന്നാൽ പുറകെ ഒരു B വന്നിരിക്കണം. നമുക്ക് ഇങ്ങനെ മെൻഷൻ ചെയ്യാം. ഇവിടെ എത്ര നമ്പർ ഓഫ് B വന്നാലും കുഴപ്പമില്ല. അതുകൊണ്ട് സെൽഫ് ലൂപ്പ്. സെയിം വേ ഇവിടെയും ഇതേ ക്രൈറ്റീരിയയാണ്. ഇവിടെ എത്ര നമ്പർ ഓഫ് A വന്നാലും കുഴപ്പമില്ല. പക്ഷെ B വന്നാൽ പുറകെ ഒരു A മസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവണം. ഇതാണ് അപ്പോൾ DFA. ഇനി ഇതിന്റെ ട്രിപ്പിളായിട്ട് 5 ടപ്പിളാണ് DFA എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം മെൻഷൻ ചെയ്യണം. അതായത് ഇനീഷ്യൽ സ്റ്റേറ്റ് Q0, നമ്മുടെ ആൽഫബറ്റ്സ് എന്താണ്,
ഡെൽറ്റ നമ്മൾ വരച്ചു. പിന്നെ ഫൈനൽ സ്റ്റേറ്റ് ഡെൽറ്റ Q0 ആണ്. സോറി, എല്ലാ സ്റ്റേറ്റ്സും Q0, Q1, Q2, Q3 എന്നുള്ള എല്ലാ സ്റ്റേറ്റ്സും, പിന്നെ ഫൈനൽ സ്റ്റേറ്റ്സ് ഏതാണോ നിങ്ങൾ മെൻഷൻ ചെയ്യുന്നത് അതും ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് ഡ്രോ ദ ട്രാൻസിഷൻ ഡയഗ്രാം ഫോർ ആൻ NFA വിത്തൗട്ട് എപ്സിലോൺ മൂവ്സ് ഫോർ ദ സ്ട്രിങ്സ് വിത്ത് 1, 0 ഓർ 1, 1. ഒരു NFA ആണ് പറഞ്ഞിരിക്കുന്നത്. സോ NFA ആക്ച്വലി വളരെ സിമ്പിൾ ആണ് വരയ്ക്കാനായിട്ട്. നമുക്ക് മാൻഡേറ്ററി ആയിട്ടും എല്ലാ ട്രാൻസിഷൻസും വേണം എന്നില്ല എന്നുള്ളതാണല്ലോ NFAയുടെ ഒരു ഈസിനെസ് എന്ന് പറയുന്നത്. സോ NFA ഫോർ സ്ട്രിങ് സ്റ്റാർട്ടിംഗ് വിത്ത് 1, 0 ഓർ 1, 1. ഇപ്പൊ Q0 സ്റ്റാർട്ടിംഗ് വിത്ത് 1, 0, ഒന്നെങ്കിൽ 1 കഴിഞ്ഞ് 0, ഓക്കെ, അല്ലെങ്കിൽ 1, 1 എന്നാണ് പറഞ്ഞിരുന്നത്. വേണമെങ്കിൽ അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് വേണേ വരയ്ക്കാം കേട്ടോ, 0, 1 വരയ്ക്കാം, അല്ലെങ്കിൽ വീണ്ടും 1, 1 പറഞ്ഞ് വേണേൽ കൊടുക്കാം. ഇത് കറക്റ്റ് ആണ്. അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇവിടെ 1 ഓൾറെഡി ഇത് ഇപ്പൊ ഞാൻ വരച്ചത് ഒരു സൊല്യൂഷൻ ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ വേണേലും കൊടുക്കാം. ഇങ്ങനെ 1, 1 കൊടുത്താൽ ഇത് കറക്റ്റ് ആണ്. അതായത് 1 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു, അതിന് 0യോ 1ഓ വരാം. അത് കഴിഞ്ഞ് എന്ത് ഫോർമേഷൻ വേണമെങ്കിലും ഉണ്ടാവാം സ്ട്രിങ്സിന്റെ. സോ ഇതാണ് ബേസിക്കലി NFA. NFA ആണെങ്കിൽ ആ 5 ടപ്പിൾസ് എഴുതണം. ഇപ്പൊ NFA ആണെങ്കിൽ ഇതിന്റെ അകത്ത് എല്ലാ സ്റ്റേറ്റ്സും ആദ്യം എഴുതണം. Q0 ലെറ്റ് ഇറ്റ് ബി Q1, ഇത് Q2 ആണെങ്കിൽ Q0, Q1, Q2, പിന്നെ ഇനീഷ്യൽ സ്റ്റേറ്റ്, ഫൈനൽ സ്റ്റേറ്റ്, അങ്ങനെ എല്ലാ 5 മെമ്പേഴ്സിനെ നമ്മൾ എഴുതിയിട്ടുണ്ടാവും. നെക്സ്റ്റ്, ഡിസൈൻ എ DFA ഫോർ ദ ലാംഗ്വേജ് ABA ഈസ് നോട്ട് എ സബ്സ്ട്രിങ്. ഞാൻ പറഞ്ഞിരുന്നു കോംപ്ലിമെന്റ് ചെയ്യാൻ, അതായത് ഇതിന്റെ നെഗേറ്റ് ചെയ്യാൻ വേണ്ടി ഏറ്റവും എളുപ്പം ആദ്യം പറഞ്ഞിരിക്കുന്ന DFA വരച്ചിട്ട് അതിന്റെ സ്റ്റേറ്റ്സ് ഇന്റർചേഞ്ച് ചെയ്യുന്ന രീതിയാണ് ഏറ്റവും എളുപ്പമുള്ളത്. സോ നമ്മൾ ആദ്യം വരയ്ക്കാൻ പോകുന്നത് ABA സബ്സ്ട്രിങ് ഉള്ളത് വരയ്ക്കണം. അപ്പൊ ABA സബ്സ്ട്രിങ് ഉള്ള DFA എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, നമ്മൾ ആദ്യം ബേസ് സ്ട്രിങ് എടുക്കാൻ പോകുന്നത് ABA മാത്രമാണ്. ABA മാത്രം എടുക്കുന്നു. അപ്പോൾ ഇവിടെ ഇനി എത്ര A ഓൾറെഡി വന്നു, B എത്ര വന്നാലും പ്രശ്നമില്ല. നെക്സ്റ്റ്, ഇവിടെ മിസ്സിംഗ് A ആണ്. അപ്പോൾ ഇവിടെ ഒരു Aയും കൂടെ വന്നു കഴിഞ്ഞാൽ എത്ര നമ്പർ ഓഫ് A വന്നാലും പ്രശ്നമില്ല. സോ അതുകൊണ്ട് അതവിടെ നമ്മൾ ആദ്യം മെൻഷൻ ചെയ്തു. ഇനി ഇവിടെ 2 സ്റ്റേറ്റിലെയും എല്ലാ ട്രാൻസിഷനും കഴിഞ്ഞു. ഈ സ്റ്റേറ്റിൽ ഒരു B വന്നാൽ, ഇവിടെ B വന്നാൽ നമ്മുടെ സ്ട്രിങ്ങിന്റെ ഫോർമേഷൻ മാറും. അതായത് AB, BB എന്നുള്ളത് വന്നു കഴിഞ്ഞാൽ പറ്റില്ല. സോ ഇവിടെ ഒരു B വന്നാൽ മസ്റ്റ് ആയിട്ടും ABA വീണ്ടും വരണം. അതുകൊണ്ട് ഇവിടെ ഒരു B വന്നാൽ നമ്മൾ അതിനെ പ്രീവിയസ് സ്റ്റേറ്റിലേക്ക് കൊടുക്കുന്നു. ഇവിടെ ഇനിയിപ്പോൾ ഫൈനൽ സ്റ്റേറ്റിൽ Aയോ Bയോ എത്ര തവണ വന്നാലും കുഴപ്പമില്ല. ഇതാണ് നമ്മുടെ ശരിക്കുള്ള, അതായത് വിത്ത് സബ്സ്ട്രിങ് ABA. ഇനി ഇതിലൊരു ചെറിയ ചേഞ്ച് നമ്മൾ വരുത്തിയാൽ മതി. ഇതിലെ ഈ ഇനീഷ്യൽ നോൺ ഫൈനൽ സ്റ്റേറ്റിനെ എല്ലാം ഫൈനൽ ആക്കുക, എന്നിട്ട് ഫൈനൽ സ്റ്റേറ്റിനെ നോൺ ഫൈനൽ ആക്കുക. അപ്പൊ ഇത് നോൺ ഫൈനൽ ആകും, ബാക്കി ഇതെല്ലാം ഫൈനൽ സ്റ്റേറ്റ് ആക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ അത് കോംപ്ലിമെന്റ് ആയിക്കോളും. ഇതാണ് ഏറ്റവും എളുപ്പമുള്ള ഒരു വഴി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് ഡിസൈൻ എ DFA ഫോർ ദ സ്ട്രിങ്സ് ഇൻ വിച്ച് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ലെറ്റേഴ്സ് ഡു നോട്ട് മാച്ച് ഓവർ A ആൻഡ് B. ഇത് നമ്മൾ ഓൾറെഡി ചെയ്തതാണ്, എന്നാലും ഒന്നുകൂടെ കാണിക്കാം. ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ലെറ്റേഴ്സ് ഡു നോട്ട് മാച്ച്. സോ Aയിൽ തുടങ്ങിയാൽ Bയിലായിരിക്കണം എൻഡ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ, Bയിൽ തുടങ്ങിയാൽ Aയിലായിരിക്കണം എൻഡ് ചെയ്യുന്നത്. ഓ സോറി, നമ്മളിത് ഓൾറെഡി കഴിഞ്ഞതാണ്. അതാ ഈ ചെയ്തിരിക്കുന്നത് തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്കിനി 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് അല്ലെ 8 മാർക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. പാർട്ട് ബിയുടെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻസ് ആണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇത്, എവറി ബ്ലോക്ക് ഓഫ് 5 കോൺസിക്യൂട്ടീവ് സിംബൽസ് ഇൻ X കണ്ടെയ്ൻ 2 കോൺസിക്യൂട്ടീവ് വേസ്. അതായത് ഈ ക്വസ്റ്റ്യൻ എന്താണെന്ന് അനലൈസ് ചെയ്ത് നോക്കിയേ. ഇപ്പൊ A വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറയാം. ഓക്കെ, അറ്റ്ലീസ്റ്റ് 2 കോൺസിക്യൂട്ടീവ് വേസ്. അത് കഴിഞ്ഞാൽ 3 A വേണേലും വരാം, 3 B വേണേലും വരാം. ഇവിടെ Aയോ Bയോ Aയോ Bയോ A Bയോ. സോ നമുക്ക് ഈ ബേസ് സ്ട്രിങ് ആദ്യം ഒന്ന് വരച്ചു നോക്കാം. ഓക്കെ, Q0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. സ്റ്റാർട്ട് ചെയ്യുന്ന കേസ് മാത്രം ഞാൻ ഫസ്റ്റ് വരയ്ക്കുന്നു, A. അത് കഴിഞ്ഞാൽ നമുക്ക് Aയോ Bയോ വരാം എന്നുള്ള കേസാണ്. ഓക്കെ, Aയോ Bയോ വരാം. അപ്പൊ 5 സിമ്പൽ വരുന്നിടത്ത് നമുക്ക് Aയോ Bയോ വരാവുന്ന കേസ്. അത് കഴിഞ്ഞു. ഇനി സപ്പോസ് B വെച്ചായിരുന്നു സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിലോ, സപ്പോസ് അതായത് ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന കേസ് B വെച്ചായിരുന്നു എങ്കിൽ B വന്നു കഴിഞ്ഞിട്ട് പിന്നെ വരേണ്ടത് എന്തായിരിക്കും, B വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ്, അതായത് B വന്നു കഴിഞ്ഞാൽ പിന്നെ A, അത് കഴിഞ്ഞ് A or B വരുന്ന കേസ്. B വന്നു കഴിഞ്ഞാൽ A ഒരു കേസാണ് കേട്ടോ. A എവിടെ വേണമെങ്കിലും റീപ്ലേസ്ഡ് ആകാം. സോ B വന്നു കഴിഞ്ഞാൽ 2 A വരുന്ന കേസായിട്ട് നമുക്കൊന്ന് ചിന്തിക്കാം. A വരുന്നു, കോൺസിക്യൂട്ടീവ് വേസ് ആണ്. അപ്പോൾ പുറകെ തന്നെ ഒരു Aയും കൂടെ വരുന്ന കണ്ടീഷൻ ആയിട്ടാണ് നമ്മൾ തിങ്ക് ചെയ്യാൻ പോകുന്നത്. നമുക്കൊരു ഡൗട്ട് വരുന്നത് ഇവിടെ ഇങ്ങോട്ട് കൊടുത്താൽ പോരെ. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ BA ഓൾറെഡി വന്നു, ഇപ്പൊ 2 എണ്ണം കഴിഞ്ഞു, പിന്നെ ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ പിന്നെ 4 എണ്ണം വരും, ടോട്ടൽ 6 ആയി പോകും. കോൺസിക്യൂട്ടീവ് 5 ആണ് പറഞ്ഞിരിക്കുന്നത്. സോ അടുത്ത ഒരു A വന്നു കഴിഞ്ഞാൽ ഓൾറെഡി 3 സിമ്പൽ കഴിഞ്ഞു, പിന്നെ വരാൻ ഇങ്ങോട്ടേ പാടുള്ളൂ. ഓക്കെ, അപ്പൊ BAA കഴിഞ്ഞ് എന്ത് വരുന്ന ഈ ഒരു കേസും നമ്മൾ റൂൾ ഔട്ട് ചെയ്യും. അപ്പൊ BB വെച്ച് സ്റ്റാർട്ട് ചെയ്താലോ, പിന്നെ ഒരു ഓപ്ഷൻ ഇതാണ്. അപ്പൊ BB വെച്ചാണെങ്കിൽ B കഴിഞ്ഞ് B പിന്നെയും വന്നാല് എന്താണ് പിന്നെ ഓപ്ഷൻ ഉള്ളത്, 2 A അടുപ്പിച്ച് വരുന്ന കേസ്. അതായത് ഇതുപോലെ A വരുന്നു,
വീണ്ടും വരുന്ന എയിൽ ഓൾറെഡി 1, 2, 3 നാലാമത്തതാണ്. അപ്പൊ പിന്നെ ഒരെണ്ണേ പെർമിറ്റഡ് ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇവിടെ കൊടുത്തു. നമ്മൾ ഇതും റൂൾ ഔട്ട് ചെയ്തു. ഇനി ലാസ്റ്റ് ഓപ്ഷൻ എന്താ? 3 ബി വന്നു കഴിഞ്ഞാൽ പിന്നെ ആകെ 2 എക്കേ ഓപ്ഷൻ ഉള്ളൂ. അപ്പൊ മൂന്നാമതൊരു ബിയും കൂടെ വന്നാല് പിന്നുള്ള ഒരു ഓപ്ഷൻ 2 എ വരിക എന്നത് മാത്രമേ ഉള്ളൂ. എ വന്നിട്ട് അത് ഫൈനൽ സ്റ്റേറ്റിലേക്ക് എത്തും. ഓക്കെ, ഇതില് 4 കണ്ടീഷൻസ് നമ്മൾ റൂൾ ഔട്ട് ചെയ്തു. ഇനി 4 ബി വന്നാലോ? അടുപ്പിച്ച് 4 ബി വന്നാൽ പിന്നെ 2 എ വരാനുള്ള ചാൻസ് ഇല്ല കോൺസിക്യൂട്ടീവ് ഫൈവില്. അപ്പം നാലാമത്തെ ബി വരുന്നത് നമ്മൾ ട്രാപ്പ് ചെയ്യാണ്, ക്യൂ ട്രാപ്പ് ചെയ്യാണ്. ഇവിടെ നാലാമതൊരു ബി വന്നാൽ പെർമിറ്റഡ് അല്ല. സോ ക്യൂ ട്രാപ്പിന്റെ അകത്ത് എയും ബിയും നമ്മൾ ഡിനോട്ട് ചെയ്യണം. ഇനി നമുക്ക് ഇത്രയും സ്റ്റേറ്റ്സ് കാണുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ഇനി എളുപ്പമുള്ള ഒരു വഴി പറയാം. നമുക്ക് എല്ലാ സ്റ്റേറ്റിലെയും എല്ലാ ട്രാൻസിഷൻസും എയും ബിയും കവർ ആയെങ്കിൽ ജസ്റ്റ് അതൊന്ന് ക്രോസ് ചെയ്ത് നമുക്ക് വരാം. അതായത് ഇപ്പൊ Q0 എയും ബിയും വന്നു, അതുകൊണ്ട് ഞാനത് ക്രോസ് ചെയ്യുന്നു. ഈ സ്റ്റേറ്റിലും എയും ബിയും വന്നു കഴിഞ്ഞു, ഞാനത് ക്രോസ് ചെയ്തു. ഇതിലും എയും ബിയും വന്നു, ക്രോസ് ചെയ്തു. ഇതിലും എയും ബിയും വന്നു കഴിഞ്ഞു, ക്രോസ് ചെയ്തു. QTയും നമ്മൾ ക്രോസ് ചെയ്യുന്നു. ഈ സ്റ്റേറ്റും ക്രോസ് ചെയ്യുന്നു. ഇതിലും എയും ബിയും വന്നു കഴിഞ്ഞു, ഇതിലും എയും ബിയും വന്നു കഴിഞ്ഞു. ഇനി അപ്പൊ നമുക്ക് റിമൈനിങ് ഈ 4 സ്റ്റേറ്റ് ആണ് നമ്മുടെ കൺഫ്യൂഷൻ. നമുക്കതൊന്ന് നോക്കാം എന്താണ് ചെയ്യേണ്ടതെന്ന്. ഇവിടെ എന്താ കണ്ടീഷൻ? എ കഴിഞ്ഞിട്ട് ഇവിടെ ബി വന്നാൽ എന്താവും? അതായത് എ കഴിഞ്ഞൊരു ബി വന്നാൽ പിന്നെ നമുക്ക് ഓപ്ഷൻ ഉള്ളത് എന്താണ്? പിന്നെ 3 പൊസിഷൻസ് ആണുള്ളത്. ഒന്നെങ്കിൽ ഇവിടെ ഇവിടെ എ ഓർ ബി വരാം, അതൊരു കണ്ടീഷൻ. അല്ലെങ്കിൽ എ ബി കഴിഞ്ഞ് ഇവിടെ എ ഓർ ബി വരാം, പിന്നെ 2 എ മാൻഡേറ്ററി. ഇത് 2 കണ്ടീഷനാണ് അവിടെ ഉള്ളത്. അപ്പോൾ എ കഴിഞ്ഞ് ബി വന്നാൽ ഒന്നുകിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്? 2 എ വരുന്ന കണ്ടീഷൻ. എ കഴിഞ്ഞ് ബി വന്നാൽ 2 എ വന്നു കഴിഞ്ഞ് എ ബി വരുന്ന കണ്ടീഷനിലേക്ക് നമ്മൾ പോകണം. അതായത് ഇത് കണ്ടോ, ഈ ഒരു സ്റ്റേറ്റ് ഏതാണ്? ഒരു എ ബി, ഇവിടുന്ന് ഒരു എ ബി, പിന്നെ 2 എ വരുന്ന കേസ്, പിന്നെ അതേ 2 എ വരുന്ന കേസ്. ഓക്കെ, അപ്പൊ എയിൽ നിന്ന് ബി വന്നു കഴിഞ്ഞാല് നമുക്ക് ഈ ഒരു കേസിലേക്ക് എടുത്താൽ മതി. അപ്പൊ ഇവിടെ നിന്നൊരു ബി വന്നാല് നമ്മൾക്ക് ഏറ്റവും എളുപ്പം ഇങ്ങോട്ടേക്ക് കൊടുക്കുന്നു. എയിൽ നിന്ന് ബി. അപ്പൊ നോക്കിയേ, എ ബി, എ എ, എ ഓർ ബി. ഓക്കെ, ഇനിയുള്ള കേസ് എന്താണ്? എ ബി, ബി തന്നെ വന്നു. അപ്പം എ ബി, ബി വന്നു കഴിഞ്ഞാൽ, അതായത് ഇവിടെ എ ഓർ ബിയിൽ എ ഓൾറെഡി വന്നാൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇനി അടുത്തത് ഇവിടെ എ ഓർ ബി അല്ലെ, ബി ആണ് വരുന്നത് ചിന്തിക്കുക. അപ്പൊ എ ബി, ബി വന്നു കഴിഞ്ഞാൽ പിന്നെ 2 എ ഓട്ടോമാറ്റിക്കലി നമ്മൾ അവിടെ വരച്ചു കഴിഞ്ഞു. സോ ഈ സ്റ്റേറ്റ് നമുക്ക് റൂൾ ഔട്ട് ചെയ്യാം. നെക്സ്റ്റ് കണ്ടീഷൻ എന്താണ്? ഇനി ഈ സ്റ്റേറ്റിലാണ് നമുക്ക് ബി വരയ്ക്കാത്തത്. ഇതെങ്ങനെയാണ് ഈ സ്റ്റേറ്റിലേക്ക് റീച്ച് ആവുന്നത്? ബി എ ആണ്. അപ്പൊ അതായത് ബി എ കഴിഞ്ഞാൽ പിന്നെ 3 ഇതേ ഉള്ളൂ. ചാൻസ് എന്തൊക്കെയാണ് അവിടെ? ഒന്ന് എ എയും ഇവിടെ എ ഓർ ബി. ഇവിടെ എ വന്ന സ്ഥിതിക്ക് പിന്നുള്ളൊരു ചാൻസ് ബി എ ബി പിന്നെ എ എ. ഈ 2 കണ്ടീഷനേ ഉള്ളൂ. നമുക്കിവിടെ ബി എ ഓൾറെഡി വന്നു. ഇനി എ കഴിഞ്ഞ് എ ബി എന്നുള്ള കണ്ടീഷനിലേക്ക് പോകുന്ന നോക്കിയാൽ മതി നമ്മൾ. അതായത് ബി എ, ഇനി നമ്മൾ ഒരു എ ഓൾറെഡി വരയ്ക്കും, അതിനെയും നമ്മൾ കൺസിഡർ ചെയ്യണം. അത് കഴിഞ്ഞ് എ ഓർ ബി എന്നുള്ള കണ്ടീഷനാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പം ബി എ ബി, ബി എ, ഇവിടെ എ ഓൾറെഡി വന്നിട്ടുണ്ട് കേട്ടോ. അതായത് ബി എ എന്നുള്ള കണ്ടീഷൻ ഓൾറെഡി കഴിഞ്ഞു. ഇനി നമ്മുടെ എടുക്കുന്നത് ബി എ ബി എന്നുള്ള കണ്ടീഷനാണ്. അതായത് ബി എ നമ്മൾ ഓൾറെഡി വരച്ചു കഴിഞ്ഞതാണ്. ഇനി ബി എ ബി. അപ്പൊ ബി എ ബി കഴിഞ്ഞു കഴിഞ്ഞാൽ എ മാത്രമേ വരാൻ പാടുള്ളൂ. അപ്പം ബി എ മാത്രം വരുന്ന കണ്ടീഷൻ ഇതാണ്, ഈ ഒരു ഇതാണ്. അപ്പൊ ബി എ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഞാൻ ക്രോസ് ചെയ്ത് വരയ്ക്കുമ്പോൾ കൺഫ്യൂഷൻ വരും, എന്നാലും ഒന്ന് ശ്രദ്ധിക്കുക. ബി എ ബി. അപ്പൊ ഇത് ബി എ ബി എ എന്നുള്ളൊരു കണ്ടീഷനായി. നെക്സ്റ്റ് ഇത് ഓൾറെഡി നമ്മൾ ഇൻബിൽട്ട് ആയിട്ട് വരച്ചു കഴിഞ്ഞു കേട്ടോ. ഞാനത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു പോയതാണ്. അപ്പം ഇത് നമ്മൾ കഴിഞ്ഞു. ബി എ ബി വരുന്ന കേസ് ഇതും നമ്മൾ ക്രോസ് ചെയ്യുന്നു. ഇനി ഇവിടെ ഇതെങ്ങനെയായിരുന്നു വരുന്നത്? ബി ബി എ, ബി ബി എ വന്നു കഴിഞ്ഞാല് പിന്നെ 2 പൊസിഷൻസ്, ഒന്നെങ്കിൽ ഇവിടെ എ വരാം, എ ഓർ ബി. അത് ഓൾറെഡി ബി ബി എ ഓർ ബി നമ്മൾ വരച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് അപ്പം ബി ബി എ ബി വന്നാല്, ബി ബി എ ബി വന്നാല് പിന്നെ ഒരു ഇതേ ഉള്ളൂ. അവിടെ നമുക്കപ്പോൾ കോൺസിക്യൂട്ടീവ് ആയിട്ട് 2 എ വരില്ല ആ കേസിൽ. അപ്പൊ ഇവിടെ ഉള്ള കേസിൽ നമുക്ക് ട്രാപ്പ് ചെയ്യാതെ വേറെ ഒരു രക്ഷയില്ല. അതുകൊണ്ട് ബി വരാൻ പാടില്ല. ബി ബി എ ബി വന്നാൽ പിന്നെ നമുക്ക് ചാൻസ് ഇല്ല. സെയിം. അപ്പൊ ഇത് നമ്മൾ കഴിഞ്ഞു. നെക്സ്റ്റ് ഇവിടെയോ ബി 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 എ, അവിടെയും എന്തായാലും ബി വരാനുള്ള ചാൻസ് ഇല്ല. അതുകൊണ്ട് നമ്മൾ അതിനെ ട്രാപ്പ് ചെയ്യുന്നു. അപ്പൊ ഈ ഒരു ഇതും നമ്മൾ കഴിഞ്ഞു. പിന്നെ ഉള്ളത് ഏതാണ്? ഇനി 2 2 ഈ 2 ഇവിടെയാണ് നമുക്ക് ഇനി പ്രശ്നം വരുന്നത്. ഇനി അടുത്ത 5 ലെറ്റർ വരുമ്പോഴും ഇതേ റെപ്പറ്റീഷൻ ആണ് വരേണ്ടത്. അപ്പോ അടുത്ത ലെറ്റേഴ്സ് വരുന്ന കേസിൽ നമുക്ക് ഇനിയിപ്പം വീണ്ടും എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താലോ ബിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താലോ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്താലും ഇതിന്റെ റെപ്പറ്റീഷൻ ആണ് വരാൻ പാടുള്ളൂ. സോ എല്ലാം കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇനി എ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അടുത്തത് ഇതേ സാധനം വീണ്ടും ലൂപ്പ് പോലെ തന്നെ കൊടുക്കുക. അതുകൊണ്ട് എ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇതിലേക്ക് കൊടുത്താൽ മതി, പിന്നെ അത് ലൂപ്പ് അടിച്ചോളും, വേറെ നോക്കാനൊന്നുമില്ല. ബി ആണെങ്കിലോ സെയിം വേ തന്നെ
ബി ഓൾറെഡി വന്ന് കഴിഞ്ഞിട്ടുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അതായത് ബി ഓൾറെഡി വന്ന് കഴിഞ്ഞിട്ടുള്ള സ്റ്റേറ്റ് ഇതാണ്. അപ്പൊ ബി വരികയാണെങ്കിൽ നമ്മൾ ഇനി ചെയ്യേണ്ടത് ഇപ്പൊ മെൻഷൻ ചെയ്ത് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ ബി വരുന്ന കേസിൽ ഇങ്ങനെ പോയി ഇവിടെ ഈ DFA ഇച്ചിരി കൺഫ്യൂസിംഗ് ആയിരിക്കും. എൻ്റെ കൂടെ ഒന്ന് വരച്ച് നോക്കിയാൽ ഇത് ക്ലിയർ ആവുന്ന കാര്യമേ ഉള്ളൂ. അപ്പം ഇനിയിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സ്റ്റേറ്റിലും എല്ലാ ട്രാൻസിഷൻസും ആയിട്ടുണ്ട്. ഓരോ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 5 സിമ്പിൾസ് എടുത്ത 2 എ അടുപ്പിച്ച് വരുന്ന എല്ലാ കേസുകളും നമ്മൾ റൂൾ ഔട്ട് ചെയ്ത് കഴിയുകയും ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് ഡ്രോ എ സ്റ്റേറ്റ് ട്രാൻസിഷൻ ഡയഗ്രാം NFA ആണ് വരയ്ക്കേണ്ടത് ഫോർ DAB as സബ്സ്ട്രിങ് ലാംഗ്വേജ് DFA എന്നിട്ട് അതിന്റെ കറസ്പോണ്ടിങ് DFA എടുക്കണം. അപ്പം BAB as സബ്സ്ട്രിങ് വരുന്ന ഒരു NFA വരച്ചിട്ട് അതിന്റെ കറസ്പോണ്ടിങ് DFA സബ്സെറ്റ് മെത്തേഡ് യൂസ് ചെയ്ത് നമ്മൾ വരയ്ക്കുന്ന NFA അനുസരിച്ച് ഇതിനെല്ലാം ചേഞ്ച് വരും കേട്ടോ. നിങ്ങൾ വരയ്ക്കുന്ന NFA ഡിഫറെന്റ് ആണെങ്കിൽ ഞാൻ വരയ്ക്കുന്ന അതേ മെത്തേഡിൽ വരണം എന്നില്ല. സോ നമുക്കൊന്ന് ഞാനപ്പം BAB സബ്സ്ട്രിങ് വരുന്ന ഒരു കണ്ടീഷൻ NFA ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കണ്ടീഷൻസ് ഒന്നും കീപ്പ് ചെയ്യേണ്ടതില്ല. അപ്പൊ BAB സബ്സ്ട്രിങ് വരുന്ന ഒരു കേസ് ഞാൻ ആദ്യം വരയ്ക്കുന്നു. Q0 Q1 Q2 ബിയിൽ വരുമ്പോൾ Q3. ഇനി NFA ആയതുകൊണ്ട് ഇവിടെ എയോ ബിയോ ഇതിന് പ്രിഫിക്സ് ആയിട്ടും സബ്ഫിക്സ് ആയിട്ടും എന്ത് വേണേലും വരാം എന്നുള്ളൊരു കണ്ടീഷൻ. സോ ഞാൻ NFA ഇത് വരച്ചു. ഇനി ഏറ്റവും ബെറ്റർ ഈ NFAയുടെ കൂടെ തന്നെ അതിന്റെ കറസ്പോണ്ടിങ് ഒരു ട്രാൻസിഷൻ ടേബിൾ എഴുതുന്നത് നല്ലതായിരിക്കും കേട്ടോ. കാരണം അല്ലെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ ഒരു ഇച്ചിരി ബുദ്ധിമുട്ട് വരും. അതുകൊണ്ടാണ്, അതായത് തെറ്റിപ്പോകാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് മാത്രം. സോ ഞാൻ അതൊന്ന് Q0 Q1 Q2 Q3 എയും ബിയും വരുന്ന കണ്ടീഷൻസ്. സോ Q0യിൽ എ വന്നു കഴിഞ്ഞാൽ Q0 തന്നെ, Q0യിൽ ബി വന്നാൽ Q0യും Q1ഉം ഉണ്ട്. Q1ൽ Q2യിലേക്ക്, Q1ൽ ബി വന്നാൽ എങ്ങോട്ടും പോകുന്നില്ല. Q2ൽ എ വന്നാൽ എങ്ങോട്ടും ഇല്ല. Q2ൽ ബി വന്നാൽ Q2ലും Q3യിലും പോകുന്നുണ്ട്. Q2ൽ ബി വന്നാൽ Q2 ഇല്ല, Q3 മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് Q3യിൽ എയും ബിയും വരുമ്പോൾ Q3 തന്നെ. ഇനി ഇതിന്റെ സബ്സെറ്റ് കൺസ്ട്രക്ഷൻ ഒരു ടേബിൾ കൺസ്ട്രക്ഷൻ തന്നെയായിരുന്നു. അതായത് ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്നും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു ആൻഡ് എയും ബിയും ഇൻഡിവിജ്വൽ നമ്മൾ കൊടുക്കുന്നു. Q0യിൽ എ വരുമ്പോൾ Q0യിൽ എ വരുന്ന കണ്ടീഷൻ Q0യിൽ തന്നെയാണ്. സോ Q0യിൽ തന്നെയാണ്, വേറെ എങ്ങോട്ടും ഇല്ല. Q0യിൽ ബി വന്നാൽ നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ ഈസിനെസ്സിന് വേണ്ടിയാണ് ഞാൻ ഈ സബ്സെറ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ പറ്റുക. Q0യും Q1ഉം ആണ്. സോ Q01 ഞാൻ Q0 Q1 എന്ന് ഞാൻ ഒറ്റയടിക്ക് എഴുതാണ്. അപ്പൊ ഇതാണ് പുതിയ സബ്സെറ്റ് നമുക്ക് ക്രിയേറ്റ് ആയത്. അതുകൊണ്ടാണ് സബ്സെറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നിന്ന് ഈ Q01നെ ഞാനൊരു ഒറ്റ ഇതായിട്ട് എടുക്കുന്നു, Q01 എടുക്കുന്നു. അപ്പൊ നമുക്ക് Q0യിലും Q1ലെയും ഒരുമിച്ച് നോക്കണം. സോ Q01ൽ എ വന്നാൽ Q0 Q2, ഇവിടെ Q0 Q2. ഇനി നെക്സ്റ്റ് വൺ, അപ്പോ Q01ൽ ബി വന്നാൽ, 0യിലും 1ലും ബി വന്നാൽ ഇവിടെ Q0 Q1 തന്നെയാണ്. അപ്പൊ Q0 Q1 തന്നെയാണ്. ഓക്കെ, അത് ഓൾറെഡി നമ്മൾ ഇവിടെ എടുത്തു. ഇതിലിപ്പോൾ പുതിയൊരു സബ്സെറ്റ് ഫോമായി Q02. ഇനി ആ സബ്സെറ്റിനെ നമ്മൾ ഇതുപോലെ തന്നെ കൺസിഡർ ചെയ്യണം. Q02നെ എടുത്തു. Q0യിലും Q2ലും എ വന്നു കഴിഞ്ഞാൽ Q0 തന്നെയാണ്. Q0 Q2ൽ ബി വന്നു കഴിഞ്ഞാൽ Q0 Q1 Q3 ഉണ്ട്. അപ്പം Q0 Q1 Q3 ആണ്. സോ ഇവിടെ ഇപ്പോൾ പുതിയ സബ്സെറ്റ് വന്നിരിക്കുന്ന ഇതാണ്. അതിനെ നമ്മൾ കൺസിഡർ ചെയ്യണം. Q013യെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പൊ Q013ൽ 3ന് 0 1 3, അപ്പൊ 0 2 3 നമ്മൾ, അപ്പൊ Q0 Q2 Q3 എന്നുള്ളൊരു സ്റ്റേറ്റ് വരുന്നു. ഇനി 013ൽ ബി വരുമ്പോൾ Q0 Q1 Q3 വരുന്നു. Q0 Q1 Q3 പുതിയ സബ്സെറ്റ് ഇതിൽ ഫോം ആയിട്ടുണ്ടോ എന്ന് നോക്കുക. അപ്പൊ ഇത് പുതിയ സബ്സെറ്റ് ആണ് Q023 എന്നുള്ളത്. അപ്പൊ അതെടുക്കുക. Q023 എന്നുള്ള സബ്സെറ്റിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. 023ൽ അപ്പൊ Q0 Q3, പുതിയ Q0 Q3 വരുന്നു. ഇനി വീണ്ടും 023ൽ ബി വരുമ്പോൾ Q0 Q1 Q3, Q0 Q1 Q3. ഈ കേസിൽ പുതിയ സബ്സെറ്റ് ഇതാണ് Q03. അതിൽ വരുമ്പോൾ Q0യിലും 3യിലും Q0 Q3 തന്നെ. എ വരുമ്പോൾ സെയിം ബി വരുമ്പോൾ Q0 Q1 Q3, Q0 Q1 Q3. ഇനി വീണ്ടും ചെക്ക് ചെയ്യുക ഏതെങ്കിലും പുതിയ സബ്സെറ്റ് ഫോം ആയിട്ടുണ്ടോ എന്ന്. ഇല്ല, ഇതിൽ വേറെ സബ്സെറ്റ് ഒന്നും ഫോം ആയിട്ടില്ല. അപ്പൊ ഇത് എൻഷുർ ചെയ്യാൻ ഒരു വഴിയുണ്ട്. ഈ നമ്മുടെ ഈ ടേബിളിന്റെ അകത്ത് വന്നിരിക്കുന്ന എല്ലാ സബ്സെറ്റുകളും ഇവിടെ മെൻഷൻ ആയിട്ടുണ്ടോ എന്ന് നോക്കുക. ടേബിളിന്റെ ലെഫ്റ്റ് സൈഡിൽ മെൻഷൻ ആയിട്ടുണ്ടോ എന്ന് നോക്കുക, റോ വൈസ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇത് ഇവിടെ എൻഡ് ചെയ്യാം എന്നുള്ളതാണ്. Q0 Q0 ഇവിടെ വന്നു. Q0 Q1 ഓൾറെഡി വന്നു. Q02 വന്നു. Q01 വന്നിട്ടുണ്ട്. Q0 വന്നിട്ടുണ്ട്. Q0 Q1 Q3 വന്നിട്ടുണ്ട്. Q023 വന്നിട്ടുണ്ട്. 013 ഓൾറെഡി വന്നു. Q03 ഇതാ വന്നു. Q013
അതും വീണ്ടും വന്നിട്ടുണ്ട്. Q03 ഓൾറെഡി ഉണ്ട്. Q013 അതും ഓൾറെഡി ഉണ്ട്. സോ എല്ലാം അവിടെ മെൻഷൻ ആയിരിക്കുന്ന എല്ലാം വന്നു. ഇനി നമുക്ക് ഇതിന് കറസ്പോണ്ട് DFA ആയിട്ട് വരയ്ക്കണം. Q0യിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. A വരുമ്പോൾ Q0 തന്നെ. B വരുമ്പോൾ Q01 ഇതും സെയിം ആണ്. സോ Q01 ഇതിനെ വേണേൽ നിങ്ങൾക്ക് റീനെയിം ചെയ്യാട്ടോ വരയ്ക്കുമ്പോൾ. അതായത് ലെറ്റ് Q01 ഈക്വൽ ടു Q1 എന്നോ വല്ലതും റീനെയിം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. Q01 ഞാൻ കൊടുത്തു. അപ്പോൾ B വരുന്ന കേസിൽ Q01 നമ്മൾ ഇതും മെൻഷൻ ചെയ്ത് കഴിഞ്ഞു. ഇനി Q01ൽ A വരുമ്പോൾ പുതിയ സ്റ്റേറ്റ്സ് ആണ് Q02. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞു. അപ്പോൾ Q01ൽ B വന്ന Q01 തന്നെ. ഇനി അടുത്തത് Q02ൽ A വരുമ്പോൾ Q02ൽ A വന്നാൽ Q0യിലേക്ക് പോകുന്നു. ഇനി Q02ൽ B വന്ന Q013. അപ്പോൾ ഇത് കഴിഞ്ഞു. Q013 പുതിയ സ്റ്റേറ്റ് ആണ് Q013. അത് നമുക്ക് B വന്നാൽ Q013ലേക്ക് ഇത് കഴിഞ്ഞു. Q013ൽ A വന്നാൽ Q023ലേക്ക്. ഇനി Q013 B വന്നാൽ Q013ലേക്ക്. അപ്പോൾ ഇവിടെ B വന്നാൽ Q013ലേക്ക് ഇത് കഴിഞ്ഞു. ഇനി Q013ൽ B വന്നാലായിരുന്നു. ഇതിങ്ങനെയല്ല. Q013ൽ B വന്നാലായിരുന്നു കേട്ടോ. ഞാനത് തെറ്റി വരച്ചതാണ്. ഇത് തെറ്റിപ്പോയതാണ്. ഇനി Q023 എടുക്കുന്നു. അവിടെ A വന്നാൽ Q03യിലേക്ക്. Q03 പുതിയ സ്റ്റേറ്റ് ആണ്. Q03യിലേക്ക് A വന്നാൽ Q023ൽ B വന്നാൽ Q013 കറക്റ്റ് ആയിരുന്നു ആക്ച്വലി വരച്ചത്. സോ Bയിലേക്ക്. ആൻഡ് Q03ൽ A വന്നാൽ Q03 തന്നെ. B വന്നാൽ Q013യിലേക്ക്. ഓക്കെ, ഇപ്പൊ എല്ലാ ട്രാൻസിഷൻസും നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനി ഇതിന്റെ ഫൈനൽ സ്റ്റേറ്റ് നമ്മുടെ ശരിക്കുള്ള DF നമ്മൾ ആദ്യം വരച്ച NFAയിലെ ഏത് സ്റ്റേറ്റ് ആയിരുന്നോ ഫൈനൽ സ്റ്റേറ്റ്, ആ കറസ്പോണ്ടിങ് നമ്പർ വരുന്ന എല്ലാ സ്റ്റേറ്റുകളും ഇവിടുത്തെ ഫൈനൽ സ്റ്റേറ്റ് ആണ്. അതായത് 3 വരുന്ന എല്ലാം ഇവിടുത്തെ ഫൈനൽ സ്റ്റേറ്റ്സ് ആണ്. സോ 3 വരുന്ന കണ്ടീഷൻ ഇത് ഒരു ഫൈനൽ സ്റ്റേറ്റ് ആണ്, ഇതൊരു ഫൈനൽ സ്റ്റേറ്റ് ആണ്, ഇതും ഒരു ഫൈനൽ സ്റ്റേറ്റ് ആണ്. ഇതാണ് നമ്മുടെ കറസ്പോണ്ടിങ് DFA. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് നമ്മുടെ കൺവേർട്ടഡ് എപ്സിലോൺ NFA വരയ്ക്കാനാണ്. ഇത് നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ തന്നെ ഇത് ഡിസ്കസ് ചെയ്തിരുന്നു. എപ്സിലോൺ NFAയുടെ ക്ലാസ്സിൽ ഇത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഈക്വലന്റ് NFA ആക്കുന്നത് ഡിസ്കസ് ചെയ്തത് തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസൈൻ ആൻ NFA വിത്തൗട്ട് എപ്സിലോൺ മൂവ് ഫോർ സ്ട്രിംഗ് ഈതർ കോൺസിക്യൂട്ടീവ് സീറോസ് ഓർ കോൺസിക്യൂട്ടീവ് 1 ആൻഡ് കറസ്പോണ്ടിങ് DFA ഈതർ കോൺസിക്യൂട്ടീവ് സീറോസ് ഓർ കോൺസിക്യൂട്ടീവ് 1. സോ കണ്ടീഷൻ NFA ആണ്. നമുക്ക് ആദ്യം കോൺസിക്യൂട്ടീവ് 2 സീറോ വരുന്നത് തന്നെ കോൺസിക്യൂട്ടീവ് 0 നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ കോൺസിക്യൂട്ടീവ് 1 വരുന്ന കേസ്. അപ്പോൾ 1 വന്നാലും ഉള്ള കേസ്. അപ്പോൾ സ്റ്റാർട്ടിങ് എന്ത് വേണേ വരാം, 0യോ 1ഓ വരാം. എൻഡിങ്ങും 0യോ 1ഓ വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും വരാം. ഇതാണ് നമ്മുടെ കറസ്പോണ്ടിങ് NFA. നിങ്ങൾക്ക് വേറെ NFA വരയ്ക്കാൻ ഒരു കുഴപ്പമില്ല. അതായത് 2 ഫൈനൽ സ്റ്റേറ്റ് ഒക്കെ വരുന്ന രീതിയിൽ നിങ്ങൾക്ക് വരയ്ക്കാം. അതിനെ കറസ്പോണ്ടിങ് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇങ്ങനെ വരച്ചു എന്നേ ഉള്ളൂ. അതായത് മിനിമം 2 0 കോൺസിക്യൂട്ടീവ് ആയിട്ട് അല്ലെ 2 1 വരുന്ന ഒരു കേസാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്പർ ചെയ്യാതെ പറ്റില്ല. ഇത് Q0, Q1, Q2, Q3. അപ്പോൾ ഇതിന്റെ ഒരു സ്റ്റേറ്റ് ഡയഗ്രാംസ് നമുക്ക് സ്റ്റേറ്റ് ടേബിൾ ഉണ്ടാക്കി വെച്ചേക്കാം. ട്രാൻസിഷൻ ടേബിൾ Q0, Q1, Q2, Q3 0യും 1ഉം വരുന്ന കേസ്. Q0യിൽ 0 വന്നാൽ Q0 Q1ലേക്കാണ്. Q0 Q2യിലേക്കാണ് 1 വരുന്ന കേസ്. Q3യിലേക്ക് മാത്രമാണ് Q1 എന്ന് വേറൊന്നുമില്ല. Q2യിൽ നിന്ന് 0 ഇല്ല. Q3യിൽ നിന്ന് 1 മാത്രമേ ഉള്ളൂ. അത് Q3യിലേക്ക് തന്നെയാണ്. Q2യിൽ നിന്ന് Q3യിലേക്ക്, Q3യിൽ നിന്ന് എല്ലാം Q3യിലേക്ക് തന്നെ. ഇതാണ് നമ്മുടെ കറസ്പോണ്ടിങ് ട്രാൻസിഷൻ ടേബിൾ. ഇനി നമുക്ക് ഇതിന്റെ കറസ്പോണ്ടിങ് NFAയിലേക്കുള്ള ടേബിൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. Q0യിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നു. 0യും 1ഉം ആണ് ആൽഫബറ്റ്സ്. Q0യിൽ 0 വന്നാൽ Q01 ആണ്. ഇനി ഇങ്ങനെ എഴുതാൻ പോവാണ് കേട്ടോ. Q01. നെക്സ്റ്റ് 1 വന്നാൽ Q02. 1 വന്നു കഴിഞ്ഞാൽ Q02യിലേക്കാണ്. 02യിലേക്ക്. ഇത് പുതിയ സബ്സെറ്റ് വന്നു Q01. Q01ൽ ഇതിലും 0 വന്നു കഴിഞ്ഞാൽ Q013. 1 വന്നു കഴിഞ്ഞാൽ Q02. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഇതിൽ ഏത് നോട്ട് ചെയ്യണം എന്നൊരു കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ ആദ്യം ഫോം ആയത് Q02 ആണ്. അതുകൊണ്ട് Q02ന് നോക്കുന്നു. അപ്പോൾ 0യും 2ഉം ഇതിൽ Q0 Q1 തന്നെ. അപ്പോൾ Q01 തന്നെ. 1 വന്നു കഴിഞ്ഞാൽ Q023യിലേക്ക്. ഇപ്പോൾ നെക്സ്റ്റ് വരുന്നത് Q013 എന്ന് പറയുന്ന സ്റ്റേറ്റ് ആണ്. Q013 എന്ന് പറയുന്ന സ്റ്റേറ്റ്. അപ്പോൾ Q013ൽ 0 വന്നു കഴിഞ്ഞാൽ Q013 തന്നെ. ഇപ്പോൾ Q013 തന്നെ. ഇനി Q0 Q1 Q3യിൽ B വന്നാൽ Q0 Q2 Q3 ആണ്. അപ്പോൾ Q023യിലേക്ക് കണ്ടീഷൻ 013. ഇനി റിമൈനിങ് ഈ സ്റ്റേറ്റ് ആണ് Q023.
ആ കേസിൽ ഇനി 0, 2, 3 എന്നുള്ള കേസിലാവുമ്പോൾ Q0, 1, 3 ആണ്. Q0, 2, 3 ഇതിന്റെ കറസ്പോണ്ടിങ് ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ ഫുള്ളായി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ നമ്മളുടെ DFA സ്ട്രിങ്സ് ഓഫ് നമ്പർ ഓഫ് എസ് മൾട്ടിപ്പിൾ ഓഫ് 3 ആൻഡ് നമ്പർ ഓഫ് ബീസ് മൾട്ടിപ്പിൾ ഓഫ് 2 ഇത് കോമ്പിനേഷൻ ആയിട്ട് വരയ്ക്കുന്നതാണ്. നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ എടുത്തതാണ്. നെക്സ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ഒരു NFA വരച്ചിട്ട് DFA ആക്കാനുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതിലെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? DFA ഈക്വൽ ടു ദ NFA സെക്കൻഡ് ലാസ്റ്റ് സിമ്പിൾ ഇൻ X ഈസ് B. X എന്ന് പറയുന്നത് ഒരു സ്ട്രിങ് ആണെങ്കിൽ അതിന്റെ സെക്കൻഡ് ലാസ്റ്റ് സിമ്പിൾ B ആയിരിക്കണം. അപ്പോൾ സെക്കൻഡ് ലാസ്റ്റ് സിമ്പിൾ അപ്പം മിനിമം സ്ട്രിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ B കഴിഞ്ഞിട്ട് A ഓർ B വരാവുന്ന കണ്ടീഷൻ. B എന്തായാലും സെക്കൻഡ് ലാസ്റ്റ് ആണ്, അതായത് സ്റ്റാർട്ടിംഗ് B ആണെന്നുള്ള കണ്ടീഷനിൽ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ ഇതിന് മുമ്പ് എന്ത് വേണേ വരാം, B അത് കഴിഞ്ഞ് പിന്നെ A ഓർ B ആ ഒരു കണ്ടീഷനേ ഉള്ളൂ. അപ്പോൾ ഇതിനെ വരയ്ക്കാൻ നമുക്ക് Q0 നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ B വന്നു കഴിഞ്ഞിട്ട് A ഓർ B വരുന്ന കണ്ടീഷൻ. ഇനി ഇവിടെ A ഓർ B എത്ര വേണേലും വരാം. ഇത് മതി, കാരണം ഇത് NFA ആകുമ്പോൾ ഇതിന്റെ ആവശ്യമുള്ളൂ. ഇത് Q0, ഇത് Q1, ഇത് Q2. ഇപ്പൊ നമ്മൾ ചെയ്ത ഇതേ മെത്തേഡ് തന്നെ ഞാൻ ഈസിനെസ്സിന് വേണ്ടിയിട്ട് ഒന്നുകൂടെ ഈ പറയണ പോലെ ഒന്നുകൂടെ ടേബിൾ ഞാൻ എഴുതുന്നു. Q0, Q1, Q2 എയും ബിയും വരുന്ന കണ്ടീഷൻ. Q0യിൽ A വരുമ്പോൾ Q0 തന്നെയായിരുന്നു. B വരുമ്പോൾ Q0യും Q1ഉം ഉണ്ടായിരുന്നു. Q1ൽ A വരുന്ന കണ്ടീഷൻ ഇല്ല. Q1ൽ Q1ൽ A വന്നു കഴിഞ്ഞാൽ Q2യിലേക്ക്, B വന്നു കഴിഞ്ഞാൽ Q2യിലേക്ക്, Q2യിൽ രണ്ടും ഇല്ല, ഒരു കണ്ടീഷനും ഇല്ല. ഇനി ഇതിന്റെ കറസ്പോണ്ടിങ് നമുക്ക് DFA ആക്കി നോക്കാം. Q0, Q1 സോറി Q0 A, B. അപ്പോൾ Q0യിൽ A വരുമ്പോൾ Q0 തന്നെയുള്ളൂ. B വരുമ്പോൾ Q01 ഉണ്ട്. അപ്പോൾ Q01 ആദ്യത്തെ സബ്സെറ്റ് ആയി. സോ Q01 എടുക്കുന്നു. 0യിലെ 1ഉം Q02 വരുന്നു. 02 വരുന്നു. ആൻഡ് അഗെയിൻ Q01ൽ B വന്നു കഴിഞ്ഞാൽ Q012 എന്നുള്ള കേസ് വരും. ഇനി അപ്പോൾ നെക്സ്റ്റ് Q02 ആണ്. Q02 0യിലും 2യിലും വരുന്നത്. അപ്പോൾ Q0 തന്നെ. ഇവിടെ Q0 Q1 വരുന്നു. Q0 Q1 വരുന്നു. ഓൾറെഡി വന്നിട്ടുള്ള സ്റ്റേറ്റ് ആണ്. പിന്നെ നെക്സ്റ്റ് സ്റ്റേറ്റ് Q012 ആണ്. Q012ൽ 012ൽ A വന്നാൽ Q02, B വന്നാൽ Q012. എല്ലാ സ്റ്റേറ്റ്സും ഇവിടെ ഡിഫൈൻ ആയി. സോ ഇതിന്റെ കറസ്പോണ്ടിങ് DFA എളുപ്പമാണ്. ഈ Q0യിൽ വരുന്നു. അപ്പോൾ A വന്നാൽ Q0യിൽ തന്നെ, B വന്നാൽ Q01ലേക്ക്. നെക്സ്റ്റ് വൺ Q01ൽ A വന്നാൽ 02യിലേക്ക്, Q02യിലേക്ക്. B വന്നാൽ 01ൽ B വരുന്ന കേസ്. ഇനി Q02യിൽ A വന്നു കഴിഞ്ഞാൽ Q0യിലേക്ക് തന്നെ. നെക്സ്റ്റ് Q02യിൽ B വന്നു കഴിഞ്ഞാൽ Q01ലേക്ക്. Q012ൽ A വന്നാൽ